വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി നിർമ്മിക്കുന്ന കൽപ്പറ്റ ടൌൺഷിപ്പിലെ മാതൃകാ വീടിന്റെ വാർപ്പ് പൂർത്തിയായി. ജൂലൈയിൽ ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കളുടെ നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ലക്ഷ്യം. അതിജീവിക്കുന്ന വയനാടിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട്. നിർമ്മാണം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തിയായി. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 5 സോണുകളായി തിരിച്ചാണ് വീടുകളുടെ നിർമ്മാണം. ആദ്യ വീട് 70 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഗുണഭോക്താക്കളുടെ നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കും. വീടിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനാണിത്. ഭൂകമ്പത്തെ അതിജീവിക്കുന്ന തരത്തിൽ പില്ലറുകളിലാണ് വീട് നിർമ്മിക്കുന്നത്. ഉദ്ദേശിച്ച സമയം 3 മാസമാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ടൈറ്റായിട്ട് വർക്ക് ചെയ്താൽ 70 ദിവസമാണ്. ഈ 70നും 90നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ അത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇപ്പോൾ ഏതാണ്ട് 30 ദിവസത്തോളം കഴിഞ്ഞു. അടുത്തൊരു 40-45 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആവും. പക്ഷെ അത് നമുക്കിപ്പോൾ അതിനകത്തൊന്ന് മേജർ സ്ട്രക്ചർ പാർട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സ്പീഡ് കൂട്ടേണ്ട രീതികൾ, എങ്ങനെയൊക്കെ വർക്കുകൾ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എക്സ്കവേഷനെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. പില്ലറുകൾക്കിടയിൽ ഫ്ലൈ ആഷ് കട്ടകെട്ടിയാണ് ചുവരുകൾ വേർതിരിക്കുക. മഴക്കാലം നിർമ്മാണത്തിൽ വെല്ലുവിളിയാണ്. എങ്കിലും ആദ്യ സോണിൽ ഉൾപ്പെടുന്ന 99 വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ തീർക്കാൻ കഴിയുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പ്രതീക്ഷ. ആകെ 450-ലധികം വീടുകളാണ് ദുരന്തബാധിതരുടെ കുടുംബങ്ങൾക്കായി ഈ ടൌൺഷിപ്പിൽ വിഭാവനം ചെയ്യുന്നത്.